എൻ്റെ കൂട്ടുള്ളത് ഷെറിയാണ്, ടെക്സാസിൽ നിന്നാണ്. പറയാൻ ഉദ്ദേശിക്കുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ വാറിനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം പല ഇൻ്റർനാഷണൽ മീഡിയയും പാകിസ്ഥാൻ മീഡിയയും അതേപോലെ ഇന്ത്യയിൽ സീരിയലായിട്ട് നടക്കുന്ന ബ്ലാസ്റ്റുകൾ, ഫാൽക്കാം, അത് കഴിഞ്ഞ് ഡൽഹി ബ്ലാസ്റ്റ്, കാശ്മീരിൽ ബ്ലാസ്റ്റ് ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ. ഏകദേശം കഴിഞ്ഞ 5 മാസം കൊണ്ട് 50-60ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഏകദേശം 100-120ഓളം പേരാണ് സീരിയസ്ലി ഇൻജുവേർഡ് ആയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ 2, അതായത് പ്രൊവോക്കേഷൻ വീണ്ടും പാകിസ്ഥാൻ ഉണ്ടാക്കുകയാണ് ചൈനയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി. അപ്പോൾ വാറിനുള്ള പല പൊട്ടൻഷ്യൽ സാഹചര്യങ്ങൾ പല ആവർത്തി ഇന്ത്യൻ സൈനിക മേധാവികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശരിയുമായിട്ടാണ് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ. ശരി, എന്തോ തോന്നുന്നത്? കാരണം പൊട്ടൻഷ്യലായിട്ടൊരു വാർ ഇന്ത്യയിൽ പൊട്ടൻഷ്യലായിട്ടുള്ള വാറിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷെ നമ്മൾ പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം. കാരണം നമുക്ക് എക്സ്റ്റേണൽ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഇന്ത്യയെ സംബന്ധിച്ചോളം ഒന്നുമല്ല ശരിക്ക്. പക്ഷേ ഇന്റേണൽ ഇഷ്യൂസ് ആണ് നമുക്ക്. കാരണം വെച്ചാല് നമ്മൾ 2 ഫ്രണ്ടിലാണ് ഇനി വാർ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ വരാം. ആ 2 ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ 2 ഫ്രണ്ട് മാത്രമല്ല, മറ്റൊരു ഫ്രണ്ട് ചൈന പോലും കിടപ്പുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പം ഈ 2 ഫ്രണ്ടും ചൈനയും കിടക്കുന്ന സമയത്ത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി ഇത് കൃത്യമായിട്ട് നമുക്കിപ്പം സത്യം പറഞ്ഞൊന്നു അച്ഛൻ എന്നെയല്ലേ ഉള്ളു, നരേന്ദ്രമോദി മൂക്കിന്റെ താഴെയാണ് ഈ ബ്ലാസ്റ്റ് നടന്നത് ശരിക്കും. അത് കഴിഞ്ഞ് അതിനുശേഷം ഇന്ന് കാശ്മീരിൽ വീണ്ടും ബ്ലാസ്റ്റായി. അപ്പൊ ഇനിയിപ്പോ എവിടെയൊക്കെയാണ് ഇപ്പം ഇന്റലിജൻസ് ഇൻഫോർമേഷൻ പറയുന്നത് 32,000 കാറുകളെന്നാണ് പറയുന്നത്. അതിൽ 4 കാറ് മാത്രമല്ല, അതിലൊന്ന് ഐക്കൺ തട്ടുപോയി, 3 പിടിച്ചു. പക്ഷെ ഇത് എവിടേക്ക് ഇത് പോയിരിക്കുന്നേ? നമ്മൾ ഒരു വാറിന് പ്രിപ്പയർഡ് ആണോ? ഇതാണ് ചോദ്യം. അല്ല, ആദ്യം ഞാനിപ്പോഴും എന്നെ ഉത്തരത്തരം നമ്മൾ വാറിന് നമ്മൾ റെഡി അല്ലായി. കാരണം ഇത്രയും നാൾ നമ്മൾ മറ്റുള്ളവരുടെ വാറുകളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഇടപെട്ടു, ഇന്ത്യ ഇന്റർവീൻ ചെയ്ത് 4 ദിവസം നീണ്ടു നിന്ന വാറ്. ഈ വാർ ഉണ്ടാവുക എന്ന് പറയുന്നത് പെട്ടെന്നാണ്. പക്ഷെ വാറ് നിർത്തുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്നല്ല. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർനെസ് ഉണ്ടാക്കണം. നമ്മൾ വളരെ പ്രിപ്പയർ ആയിരിക്കണം വാർ. ഇപ്പൊ ഞാൻ അത് പറയാം. നമ്മൾ ഇനിയിപ്പം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇതിനകത്ത് പല വെർട്ടിക്കൽസും നമ്മളത് മനസ്സിലാക്കണം ശരിക്കും. കാരണം എന്തുകൊണ്ടാണ് നടക്കുന്നത്? കാരണം ഓപ്പറേഷൻ സിന്ദൂർ ഫെയിൽഡ് ആയിരുന്നു ശരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ ടെക്നിക്കലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ബ്രഹ്മോസ് നമ്മൾ യൂസ് ചെയ്തു, ഇത് യൂസ് ചെയ്തു, നമ്മൾ മിഗ് മിറാഷ് അല്ലെങ്കിൽ നമ്മൾ റഫേലൊക്കെ പറയും. ബട്ട് once you started a job, you must finish the job. അല്ല, അതിനകത്ത് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കാതെ, അമേരിക്കൻ ഇന്റർവെൻഷൻ അല്ല ഇന്റർനാഷണൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വേണം. റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള റിസൾട്ട് വേണം, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വിസിബിൾ റിസൾട്ട് വേണം. എക്സാക്ട്ലി. കാരണം അതിൽ നമ്മൾ എന്തിനായി 4 ദിവസം കൊണ്ട് യുദ്ധം നിർത്തിയത്? യു കുഡ് ഹാവ് കണ്ടിന്യൂഡ് ഇറ്റ്. പക്ഷേ ഒരു കാര്യമാണ്, ഇത് ബേസിക്കലി ഈ ഓപ്പറേഷൻ സിന്ദൂർ എടുത്ത് ചാടി തീരുമാനിച്ചത് ചെയ്ത് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അതിന് തെറ്റായ ഫീഡ്ബാക്കോ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതാണ് ഞാനത് വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു പൊട്ടൻഷ്യലായിട്ട് ഒരു പ്രിപ്പയർഡ് ചെയ്ത്, അതായത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്തോനേഷ്യയിലുള്ള ഇന്ത്യൻ അറ്റാച്ച് പറഞ്ഞതാണ് അതിൻ്റെ പോയിന്റ്. അതായത് ഒരു വാറിനൊരു കോൺഫ്ലിക്റ്റ് പ്രിപ്പയർ ചെയ്ത ശേഷം പൊളിറ്റീഷ്യൻസ് മാറി നിൽക്കുന്നത് പൂർണ്ണമായിട്ടും സൈന്യത്തിൻ്റെ കൊടുക്കാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവീൻ ചെയ്യാതെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ആ സംഭവത്തിലോട്ട് പോകരുത്, അല്ലെങ്കിൽ ചെയ്യരുത്, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എടുക്കണം. ഉണ്ടായ സമയത്ത് തന്നെ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു, ഒരു ബോംബ് ബ്ലാസ്റ്റ് കൊണ്ട് അവിടെ ഇവിടെ ബോംബ് ചെയ്തുകൊണ്ടൊന്നും ഈ ടെറർ ഫാക്ടറികളും അതായത് ടെറർ മോഡ്യൂൾസും
ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ഹഫീസ് സയ്യിദ് ആണെങ്കിലും ഈ സംഭവങ്ങളൊന്നും പെട്ടെന്ന് കെട്ടടങ്ങാൻ പോകുന്നില്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു റോക്ക് സ്റ്റേറ്റ് ആണ്. അത് ഈ പറയുന്ന ടെററിനെ മുഴുവനും ബഡ്ഡിങ് ആയിട്ടൊരു ടെറർ ഫാക്ടറിയാണ്. അവർക്ക് എത്രമാത്രം ഇന്ത്യയെ നശിപ്പിക്കാം. കാശ്മീർ മാത്രമൊന്നുമല്ല, അതിനകത്ത് ചൈനയുടെ പ്രോക്സിയായിട്ടാണ് പാകിസ്ഥാൻ ആക്ട് ചെയ്തത്. കാരണം ഇന്ത്യ വളരുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. ചൈനയിൽ നിന്നുള്ള പല ഇൻഡസ്ട്രീസും എല്ലാം കൂടി ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ അമേരിക്കൻ ബന്ധം, ഇന്ത്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ബന്ധം അത് ചൈനീസ് എക്കോണമിയെ ബാധിക്കും. പക്ഷേ പൊട്ടൻഷ്യലായിട്ട് നമ്മളിപ്പോൾ ഒരു വാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ വെർട്ടിക്കൽസും കൂടെ ആലോചിക്കണം. എക്സാക്ട്ലി. അതുമല്ല ഇന്ത്യയുടെ ഇപ്പം ഈ പറയുന്ന ഇന്ത്യയുടെ ബോർഡറായിട്ട് കിടക്കുന്ന പല ഭാഗത്തും ഏകദേശം 18-20 എയർപോർട്ടുകളുണ്ട്. അത് ഡെയിലി റൂട്ട് ഡൊമസ്റ്റിക് ആയിട്ട് ഇൻ്റർനാഷണൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന പോലെ എയർ ഏവിയേഷൻസ് ഒക്കെ വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നൊരു രാജ്യമാണ്. അപ്പോൾ ഒരു വാർ എന്ന് പറഞ്ഞ വാറിൻ്റെ മുൻപുനയിൽ നിൽക്കും, വാർ ഫ്രണ്ടിൽ വന്നു കഴിയുമ്പോൾ അതിനൊരു പ്രിപ്പറേഷൻ ടൈമുണ്ട്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഹമാസും ഇസ്രായേലും October 8 അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇസ്രായേലിൻ്റെ നോർത്തേൺ ഇസ്രായേലിൽ ഹമാസ് കയറി അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് റിട്ടാലിയേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇസ്രായേൽ സമയമെടുത്താ ചെയ്ത് 1.5 മാസം എടുത്തു. അതെ. അതായത് ഫുൾ ഫ്ലഡ്ജിലോട്ട് വാറിലോട്ട് പോകാൻ. കാരണം പ്രിപ്പറേഷനാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പരമപ്രധാനം. കാരണം അവരിക്കോട്ട് കയറരുത്. അല്ല, ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിള് നമ്മള് 71 വാറില് സാം മനേക്ഷ കാണിച്ചു കൊടുത്തൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത്, ഇന്ദിരാഗാന്ധി അവർ ഇപ്പൊ കയറി ഇതും ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം സാം മനേക്ഷ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഐ ആം പ്രിപ്പയർഡ് ടു റിസൈൻ എന്നാണോ പുള്ളി പറഞ്ഞത്. ഞാനിത് കേട്ടിട്ടുണ്ട്. സാം മനേക്ഷ എന്താ പറഞ്ഞത്? സാം മനേക്ഷ പറഞ്ഞു എന്റെ അപ്പന ഓൺ എന്റെ പുള്ളിയുടെ സ്വന്തമായ റെജിമെന്റ് ഇപ്പൊ എനിക്കിത് കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം, എന്തെങ്കിലും എല്ലാം സെറ്റ് ചെയ്യണം, സമയം എടുക്കണം. അതുകൊണ്ട് മാത്രമല്ല അന്നേരത്തേക്ക് ഇവിടെ ഇതായിരിക്കും, മൺസൂൺ ആയിരിക്കും, ഫ്ലഡ് ഉണ്ടാവും. അപ്പൊ ഇത് നമ്മളൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ കാണിച്ച ഒരു പരിപാടിയാണ് ഇത് ശരിക്കും. നമ്മൾ മാത്രമല്ല, ഓക്കെ, യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്, ബട്ട് യു ഹാവൻ കംപ്ലീറ്റഡ് ദ ജോബ്. അതെ, അതിൻ്റെ ഏത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു ഇപ്പം ഒരു അറ്റാക്കിന് പോകും, ഒരു കോൺഫ്ലിക്റ്റ്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഈ ഹമാസുമായിട്ട് ഇസ്രായേലുമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നൊരു എക്സാമ്പിൾ. അതെ, അവർ 1.5 മാസം എടുത്ത് പ്രിപ്പയർ ചെയ്ത ശേഷമാണ് അവർ ഗ്രൗണ്ട് വാറിലോട്ട് പോകുന്നത്. എക്സാക്ട്ലി. അവർ എയർ അറ്റാക്ക് ആയിരുന്നു ആദ്യം ചെയ്തു. എയർ അറ്റാക്ക് ചെയ്ത് അത് മിനിമൈസ് ചെയ്തു. അത് അവർ മനസ്സിലാക്കേണ്ടത് മിനിമൈസ് ചെയ്തു, പലതും ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് അതെ, ഡിസ്ട്രോയ് ചെയ്യാനല്ല. കാരണം അവർ പറയുന്നത് ഡിസ്ട്രോയ് ചെയ്യാൻ ആ സമയത്ത് അവർക്ക് ഇൻ്റലിജൻസ് ഇൻപുട്ടിൻ്റെ കാര്യത്തിൽ അഭാവമുണ്ട്. 2 രീതിയിലുള്ള ഇൻ്റലിജൻസ്, ഒന്ന് എയർ ഇൻ്റലിജൻസ് വേണം, പിന്നെ ഗ്രൗണ്ട് ഇൻ്റലിജൻസ് വേണം. അപ്പോൾ അതിനുശേഷം മനസ്സിലാക്കണം, ആ സമയത്ത് ആ സെയിം ടൈം, അതായത് ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഹിസ്ബുള്ളയുടെ അറ്റാക്ക് അപ്പുറത്തെ സെക്ടറിൽ, അപ്പുറത്തെ ഒരു ഫ്രണ്ടിൽ, അതിൻ്റെ കൂടെ തന്നെ ഇൻ ബിറ്റ്വീൻ ഇറാൻ മിസൈൽ അയക്കുന്നു, ഡ്രോൺസ് അയക്കുന്നു. ഇപ്പം മൾട്ടിപ്പിൾ ഫ്രണ്ടിനും ഇതിൻ്റെ കൂടെ തന്നെ ഹൂത്തികൾ, അതായത് 4 ഫ്രണ്ടിൽ നിന്നാണ് അവർ അറ്റാക്ക് ഫേസ് ചെയ്യുന്നത്, ചെറിയ രാജ്യം. എന്നിട്ടും അവർ സമയമെടുത്ത് പ്രിപ്പയർ ചെയ്തിട്ട് ഗ്രൗണ്ട് ഒഫൻസീവായിട്ട് മൂവ് ചെയ്യപ്പോൾ, അപ്പം അവരും അന്നത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു, ഹമാസ് അത് ക്യാപ്ചർ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാൻ, ഗാസ ന്യൂട്രലൈസ് ചെയ്യാൻ ഇത്ര കിലോമീറ്റർ വെച്ച് ഇത്ര ഇസ്രായേലി പട്ടാളക്കാരെ നഷ്ടപ്പെടും. എന്നിട്ട് പറഞ്ഞാണ് അത് പറഞ്ഞ ഇസ്രായേലി ക്യാൻസ് പറഞ്ഞാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവര് മറ്റൊരു റിസർവ് ട്രൂപ്പിനെ ട്രെയിനിങ്ങിന് വിടുന്നു. ട്രെയിൻ ചെയ്യാതെ ഇത് പെട്ടെന്ന് വാർ എന്ന് പറഞ്ഞാൽ ബാരക്കിൽ കിടക്കുന്നവരെ പെട്ടെന്ന് വാറിലോട്ട്, കാരണം ഇവർക്ക് ട്രെയിനിങ്ങും കൂടെ വേണം. സത്യം പറഞ്ഞാല് ഈ ഒരു ഇസ്രായേൽ യുദ്ധത്തിന് ഇസ്രായേലിന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇസ്രായേൽ മിലിറ്ററി കിട്ടിയ അഡ്വാൻറ്റേജ്
അവര് ശരിക്കും കയറി യുദ്ധം ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ആയി അവർ വെൽ പ്രാക്ടീസ് ആയി. കാരണം കാരണം ഹൈ മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ അവർ കയറി അടിച്ചു. കാരണം ഒന്നാമത് ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള പോപ്പുലേഷൻ ഏറിയ പോപ്പുലേഷൻ ആണ്. പ്രധാനമായിട്ട് ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഉം. അവിടെ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ താമസിക്കുക. അതിനിടയ്ക്കൂടെ മിനിമൈസ് ചെയ്ത ആൾക്കാരുടെ സിവിലിയൻസിന്റെ അവര് കൊല്ലപ്പെടാതെ നോക്കി. പിന്നെ മിനിമം അവിടെ മാക്സിമം ചില സിവിലിയൻ കാഷ്വാലിറ്റി കഴിവതും ഒഴിവാക്കാൻ ശ്രമിച്ചു. ഡെമോക്രാറ്റിക് കൺട്രിയാണ്. കാരണം അതിനേക്കാൾ ഉപരി ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടാവുമെന്ന് അറിയാം. പ്രഷറും ഉണ്ടാവും. രണ്ടാമത് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഹമാസ് ഇവരെ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നു പലയിടത്തും. അതെ, ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ അപ്പം നമ്മൾ അല്ല വെൽ കാൽക്കുലേറ്റഡ് മൂവ് ആയിരുന്നു. കാരണം സ്ട്രാറ്റജിക് ആയിട്ടും കോൺഫ്ലിക്റ്റിന്റെ നോക്കുവാണെങ്കിലും ഗ്രൗണ്ട് ഒഫൻസീവ് ആണെങ്കിലും മിലിറ്ററി സ്ട്രാറ്റജി ആണെങ്കിലും അതിന്റെ മൂവ്മെന്റ് ആണെങ്കിലും എയർ അറ്റാക്ക് മാറ്റർ ചെയ്യുന്നത്, അതായത് എയർ വാർഫെയർ. ഇതേപോലെ തന്നെ അത്രമാത്രം കേന്ദ്രീകരിച്ച് വെൽ പ്ലാൻഡ്, വെൽ റിസർച്ച്, വെൽ ആർട്ടിക്കുലേറ്റഡ്. അതെ, ഇപ്പൊ അതെല്ലാം ആർട്ടിക്കുലേറ്റാണ് ശരിക്കും. അത് കുറേയാണോ ഇത് മറ്റേ പിന്നെ ഹിസ്ബുള്ളയുടെ കുറെ പേജറൊക്കെ പൊട്ടിത്തെറിച്ചത്. അതെ, വെൽ ആർട്ടിക്കുലേറ്റഡ്, വെൽ പ്ലാൻ. അതായത് സ്മാർട്ട് പ്ലാൻ എന്ന് പറയാം. വളരെ വ്യക്തമായിട്ട് ആരെയൊക്കെ ഫസ്റ്റ് ഫേസിൽ തീർക്കണം, ഏതൊക്കെ നേതാക്കളെ തീർക്കണം. ആദ്യം തീർക്കേണ്ടത് ടോപ്പിലിരിക്കുന്നവരെയാണ് എപ്പോഴും തീർക്കേണ്ടത്. അത് ബേസിക്കലി അത് ഏറ്റവും ആദ്യം. അപ്പം ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറില് ഇന്ത്യ രണ്ടും കൽപ്പിച്ച് എക്സാക്ട് ഇൻഫോർമേഷനോടുകൂടി ഈ പറയുന്ന ജെയ്ഷി മുഹമ്മദിനെ അല്ലെ പറയുന്ന ഹഫീസ് സെയ്ദ് ഇങ്ങനെയുള്ള മറ്റു ആൾക്കാരെ, അതായത് ഇന്ത്യൻ സ്പൈ ഓപ്പറേഷൻ, അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ, ഇവന്മാരെ തീർത്താൽ ഇവർക്ക് പേടിയാവും. തീർക്കണമായിരുന്നു. അവിടെയാണ് നമ്മൾ കാണിച്ചു പോയി മിസ്റ്റേക്ക്. അതായിരുന്നു ശരി. അതേപോലെ തന്നെ രണ്ടാമത് ഇവരുടെ കുടുംബം, അതല്ല കുടുംബത്തെ തീർത്തു കഴിഞ്ഞാൽ വ്യക്തി അത് കാരണം അതിനകത്ത് അവരുടെ ഫാമിലി, അവരുടെ കുടുംബം, ദാറ്റ് ഈസ് ഫൈൻ. പക്ഷേ ഇതിന്റെ മാസ്റ്റർ മൈൻഡ് എന്തുവാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് പാകിസ്ഥാൻ ഇന്റലിജൻസ് ISI, അപ്പൊ അവരുമായിട്ട് ചേർന്ന് അതിന്റെ ഒരു വലിയൊരു പ്രോക്സി ഉണ്ട് പാകിസ്ഥാൻ ഇന്ത്യൻ ബോർഡറുകളിലൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരെ തീർക്കുക. അപ്പം ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ലാക്നെസ് അല്ല പറയുന്നത്, ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട്. അത് കണ്ടുപിടിക്കണം. അതെ, അത് ഇസ്രായേലിനെ കണ്ടുപിടിക്കും. ആരൊക്കെയാണ് പാകിസ്ഥാൻ ഇതേപോലെ തന്നെ ടെറർ മോഡ്യൂൾസിനെ സഹായിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഗ്യാങ് ഉണ്ട്, ഗ്രൂപ്പുണ്ട്. അപ്പൊ അവരെയൊക്കെ ന്യൂട്രലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ വലിയ സക്സസ് ആയി മാറിയേനെ. എക്സാക്ട്ലി, അതാണ് എൻ്റെ ഒരു കാര്യം. അതേപോലെ തന്നെ ഇത് എടുത്തു ചാടി ചെയ്യേണ്ടതല്ല അത് എയർ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. എയർ സ്ട്രൈക്ക് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് അതും ഒരു പ്രൊഫഷണൽ സൈന്യമുള്ള വെൽ ട്രെയിൻഡ് മിലിറ്ററിയാണ്. കാരണം അവരുടെ മിലിറ്ററിക്കകത്ത് മാത്രമുള്ള ഡിസിപ്ലിൻ ഉള്ളത്. അതേ ഉള്ളൂ, വല്ല മിലിറ്ററി വെൽ ട്രെയിൻഡ് ആണ്. മിലിറ്ററിക്ക് വലിയ പണത്തിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവിടെ മിലിറ്ററിക്ക് പണം കൊടുക്കുക, അതിനുശേഷം അതൊക്കെയുള്ള കാര്യം എല്ലാം ചെയ്യുന്നത്. ഇപ്പം ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് 1971 പാകിസ്ഥാൻ അല്ല. 1970 പാകിസ്ഥാൻ അല്ല. ഒരു പുതിയ റിപ്പോർട്ടും കൂടെ ഉണ്ട്. 2023 കംപ്ലീറ്റ് പവർ കൊടുത്തു. 2025 പാകിസ്ഥാന്റെ ഏറ്റവും വലിയ അവരുടെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന എന്ന് പറഞ്ഞ് ടെക്നോളജിക്കലി വെൽ അഡ്വാൻസ്ഡ് ആണ്. ഇന്ത്യയെക്കാളും ഫാർ വളരെ ചൈന പുറകില്ല. കാരണം അവരുടെ വെൽ റിസർച്ച്ഡ് ആണ് ടെക്നോളജി എന്ന് പറയുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. അതെ, അത് എത്രയോ വർഷം കൊണ്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. അതൊരു തമാശ രസം എന്ന് പറയുന്നത്, സ്പേസിൽ നിന്ന് ചൈനയുടെ ഒരു സബ്മറൈൻ അവര്, അതായത് നമ്മുടെ മറിയാന ട്രെഞ്ചില് ഏറ്റവും, അതായത് എവറസ്റ്റ് മുങ്ങി പോകാൻ പറ്റുന്ന സാധനമാണ് ഈ മറിയാന ട്രെഞ്ച്.
അവിടുന്ന് മോളിൽ നിന്ന് അവരൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ഇവർ തിരിച്ച് ടെക്സ്റ്റ് അയച്ചു. അപ്പൊ ചൈന എത്ര അല്ലെ അവര് നമ്മൾ ചൈനയായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാനൊരു കാര്യം പറയാം, നരേന്ദ്രമോദി അന്ന് SCO കോർപ്പറേഷനൊക്കെ പോയതൊക്കെ ഓക്കെ, പക്ഷേ ചൈനയെ കെട്ടിപ്പിടിച്ചത് തെറ്റായിപ്പോയി. കാരണം ചൈന നമ്മൾ അത് നമ്മുടെ ഫോറിൻ ഡിപ്ലോമസിയുടെ ഫെയിൽ തന്നെയാണ്. ചൈന നമ്മുടെ പൊട്ടൻഷ്യൽ എനിമിയാണ്, പാകിസ്ഥാനേക്കാൾ വലിയ. അതെ അതെ അതെ, നമുക്ക് എനിക്ക് കുറവാ ചൈന ചെയ്തത്. അല്ല, ഇന്നും ചൈനയുടെ കയ്യിൽ ഏകദേശം 4800 സ്ക്വയർ കിലോമീറ്റർ അവരുടെ കയ്യിലിരിക്കുക. അതെ നമ്മൾ ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല തിരിച്ചു തരാൻ. ഇന്ന് കഴിഞ്ഞിടയ്ക്കും അമേരിക്ക പറഞ്ഞത് ഇന്ത്യയുടെ ആണെന്ന് പറഞ്ഞു. നമുക്കൊരു ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. കാരണം നരേന്ദ്രമോദി കെട്ടിപ്പൊടിച്ച് ഇവിടുത്തെ കുറെ മീഡിയകളൊക്കെ പറഞ്ഞു ചൈന ഇന്ത്യ ബായ് ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ചോട്ടെ, കഴിഞ്ഞ ചൈന ഇവർക്ക് ഒരു സബ്മറൈൻ കൊടുക്കും. ന്യൂക്ലിയർ സബ്മറൈനാണോ എന്തോന്ന് എനിക്കറിയത്തില്ല, ഏതാണ്ട് സബ്മറൈൻ അവർ പറഞ്ഞ് പഴയ കോൺട്രാക്റ്റ് ആണ്, പഴയ കോൺട്രാക്റ്റിന്റെ ബേസിലാണ് കൊടുത്തതെന്ന് പറഞ്ഞത്. അപ്പൊ ചൈനയ്ക്ക് ഒരുപാട് ഇന്ത്യയോട് ഇത്ര സ്നേഹമുണ്ട്, ചൈന ഇന്ത്യനോട് പറയാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങൾ 45 ബില്യൺ ഡോളർ ചൈന തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക പാകിസ്ഥാനോട്. ആ കാശ് നിങ്ങൾ തരാതെ എത്തുന്നത് ഇത് തരത്തില്ല, കോൺട്രാക്ട് അവിടെ ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞില്ലോ. അപ്പം സത്യത്തിൽ ആരോ ട്രാപ്പായി പോയത്, ഇന്ത്യ ട്രാപ്പായി പോയി ശരിക്കും അവിടെ പോയിട്ട്. അതുമല്ല, ചൈന ശരിക്കും പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബലൂച്ചില് അവിടുത്തെ ഈ പറയുന്ന എനർജി സെക്ടറിലും, അതായത് എനർജി സെക്ടർ എന്ന് പറയുന്ന ഓയിലല്ല, അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിലും. അപ്പൊ ചൈന ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരുപാട് സിപാക്ക് അത് പറഞ്ഞിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം 1 ലക്ഷത്തോളം ചൈനീസിന് ജോലി കിട്ടുമെന്നാണ്. പക്ഷെ അത് ഡീറെയിൽ ആ പ്രോജക്റ്റ് പോലും പ്രശ്നം ഉണ്ടാക്കിയത് ബലൂച്ച് ഇഷ്യൂ ആണ്. അതെ അതെ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലേ. അപ്പൊ അവര് ഒരു കാരണവശാലും അവിടെ ചൈനയെ അവിടെ സ്റ്റാൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവരുടെ പ്രോജക്ട്സിനെ അറ്റാക്ക് ചെയ്യുന്നു, ചൈനീസിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് ബേസിക്കലി ചൈനയ്ക്ക് അതാണ് ഇന്ത്യയോടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ബലൂച്ചിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ ഇന്ത്യ ട്രെയിൻ ചെയ്യുന്നു. കാരണം ആ മേഖലയിൽ മുഴുവൻ ടെൻഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ഉറപ്പായിട്ട് ചൈനയിലുള്ള ഈ പറയുന്ന ഇൻഡസ്ട്രീസ്, അതായത് ഗ്ലോബലായിട്ടുള്ള ഔട്ട്സോഴ്സിങ്, അത് ഇന്ത്യയിലോട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിൾ ചാൻസസ് കോവിഡിന് ശേഷം പോസിബിൾ ചാൻസ് എന്നൊക്കെ പറയുമ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ എനിക്ക് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഒരു നല്ല ടേമിൽ പോയില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അത് 100%. കാരണം ഈ ഓപ്പറേഷൻ സിന്ധു ഏതാണ്ട് കൈ കൊടുത്ത പോലെ നിൽക്കുന്നു ഇപ്പം. അതെ, ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവും. കാരണം പറയാൻ പറ്റത്തില്ല, അത് പഴയ ഒരു ട്രസ്റ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം ഈ റഷ്യൻ ക്രൂഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും കൂടെ നിന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പം ഏതായാലും G20 അമേരിക്ക പങ്കെടുക്കുന്നില്ല, ഇപ്പം ബ്രസീൽ ലൂല പങ്കെടുക്കുന്നുണ്ട്, അർജന്റീന വരുന്നില്ല, ചൈന വരുന്നില്ല, മറ്റു പല രാജ്യങ്ങളും പങ്കെടുത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നുണ്ട്, ബ്രസീൽ വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എത്ര കാലം ഇങ്ങനെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റും? ഒരു കാര്യമുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് ചിലപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പോകത്തില്ലായിരുന്നു. അതെ, അമേരിക്കൻ പ്രസിഡന്റ് വരികയാണെങ്കിൽ പുള്ളി പോകത്തില്ലായിരുന്നു. കാരണം സംസാരിച്ച് ഡീൽ ചെയ്ത് സെറ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യണം. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഇപ്പത്തെ ഇന്നത്തെക്കാർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല ഇപ്പോഴും. ഒരു കാര്യം ഞാൻ പറയും, ഇതിൻ്റെ അത് പ്രധാന കാരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും പ്രധാനമന്ത്രി മോദിയൊന്നും വിചാരിച്ചില്ല അമേരിക്ക ഇത്ര പവർഫുൾ ആയിരിക്കും. അതാണ് അവിടെയാണ് ഇവര് കാരണം ഇവിടെ ഉള്ള ഈ പറയുന്ന മാങ്ങാണ്ടികൾ ഉദ്ദേശിച്ചത് നല്ല ബന്ധമാണ്, അതിന്റെ കാര്യത്തിലെല്ലാം നടന്നു പോകുന്ന ധാരണ അങ്ങനെ അല്ല. ഇത് നല്ല ബന്ധങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അവര് വിചാരിച്ചത് ഒരു കാര്യം കൂടി, നമ്മൾ വലിയൊരു 1.42 ബില്യൺ 142 കോടി ജനങ്ങളുടെ മാർക്കറ്റ്. പക്ഷെ ആരെ ഈ മാർക്കറ്റ് ഉണ്ടാക്കി തോന്നുന്നത്? അതെ, കാരണം അത് മാറ്റർ ചെയ്യുമല്ലോ. ഇത് ഒരു ഇന്ത്യക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇല്ല, കാരണം ചൈനയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇത്രയും വലിയ എക്കോണമി ആയിട്ട്, എന്നിട്ടാണ് ഇതിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നേ. നമ്മളൊന്നുമില്ല, നമ്മൾ പിച്ച് വെച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ് ശരി. അതെ, അപ്പൊ അതിന് നർച്ചർ ചെയ്ത് ഒരു ബഡിങ് സ്റ്റേജ്, അത് വലുതാകാൻ വേണ്ടി സമയമെടുക്കും. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കൂടെ വളർന്നങ്ങ് ഇതായതാണ്. കാരണം ദിവസം ഞാനൊരു റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പറയുന്നത് 2030 ആകുമ്പോൾ ഇന്ത്യൻ എക്കണോമി 7 ട്രില്യണിന് താഴെ നിൽക്കുള്ളൂ. ചൈനീസ് എക്കോണമി അപ്പോഴേക്ക് 25 ട്രില്യൺ. ഏഷ്യൻ എക്കോണമിയുടെ മാത്രം കാര്യം പറഞ്ഞത്, അല്ല ഞാൻ അമേരിക്കൻ എക്കോണമി ആയിട്ടുള്ളത്.
അപ്പൊ നമ്മളെ എവിടെയാകുന്നില്ല 2047 വികസിക് ഭാരത് ഉം. എന്ന് പറഞ്ഞ് കുറെ തള്ളു മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മള് അല്ല എന്താ പവർഫുൾ ആയ രാഷ്ട്രങ്ങളുടെ കൂടെ നിൽക്കണം. കഴിഞ്ഞ 5 മാസം കൊണ്ട് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഈ ഗൂഗിളിന്റെ ഗൂഗിൾ TCS എത്ര പേരെ അവര് ഇത് പിന്നെ ലേ ഓഫ് ചെയ്തിരിക്കുന്നത്, അവര് ഫയർ ചെയ്തിരിക്കുന്നത്. ഗൂഗിളിന്റെ ഏകദേശം 15 ബില്യൺ വന്ന് നേരത്തെ തയ്യാറാക്കിയത്. അതിന്റെ പേരിൽ ഗൂഗിളിന് ഇന്ത്യയിൽ പ്ലാറ്റ്ഫോം വേണം. അവര് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എയുടെ അവരുടെ ഡാറ്റാ സെന്റർ ഉണ്ടാക്കുക. കാരണം അത് അവർക്ക് ആവശ്യം. അതിന് ആൾക്കാർ വലുതായിട്ടും ജോലിക്ക് ആവശ്യമൊന്നും ഇല്ല. ഇപ്പൊ എനിവേ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതേപോലെ ആകരുത്. ശക്തമായ രീതിയിൽ വലിയൊരു ശക്തമായ ഇന്ത്യ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മള് ഇന്ത്യ ശക്തമാണെങ്കിൽ നമ്മളൊരു കാര്യമുണ്ട്, നമ്മുടെ പല പ്ലാറ്റ്ഫോംസും നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതെ അതെ നമ്മളിപ്പോഴും IT സെക്ടറിൽ നമ്മൾ ചെയ്യുന്നത് എന്താ ശരിക്കും, നമ്മൾ സർവീസ് സെക്ടറിൽ മാത്രമേ ചെയ്യുന്നു. അതെ അത് ഇന്നോവേഷൻസ് ഒന്നുമില്ലല്ലോ. ഇന്നോവേഷൻസ് ഒന്നും ഇന്നോവേഷൻസ് ഒന്നുമില്ല. അല്ലാതെ ഈ പറയുന്ന ഒരു സോഹോ എന്ന് പറഞ്ഞ് ഒരു മൈക്രോസോഫ്റ്റ് സോഹ എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഏതാണ്ടൊക്കെ പ്രൊമോട്ട് ചെയ്തു. പക്ഷെ ഇവിടെ ഗവൺമെന്റ് ഇവിടെ പ്രൊമോഷൻ കൊടുത്തത് ഇല്ല. ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്താൽ ഒരു സാധനം കോപ്പി അടിച്ചുകൊണ്ട് വന്നിട്ട് അത് മൈക്രോസോഫ്റ്റിനെ ചലഞ്ച് ചെയ്യുന്നു പറഞ്ഞു, വാട്സപ്പിനെ ചലഞ്ച് ചെയ്യുന്നു പറഞ്ഞു, അത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു പറഞ്ഞു. ഒത്തിരി പേര് ഇൻസ്റ്റാൾ ചെയ്ത് ഒത്തിരി പേര് ഡിലീറ്റ് ചെയ്തു. ഇതൊന്നും അല്ല ഇന്നോവേറ്റീവ് ആയിട്ട്. ഇപ്പൊ ChatGPT, അതേപോലെ തന്നെ ഡീപ് സീക്ക് ചൈന കൊണ്ടുവന്ന്, അതേപോലെ ഗ്രോക്ക്, അതെ ഇതൊക്കെയാണ് ചൈന ടിക്ടോക്ക് ഇതിനൊക്കെ ടിക്ടോക്ക് ഭയങ്കര സംഭവമല്ലായിരുന്നോ? ഇല്ല ഞാൻ പറയാം അതായ ആവശ്യം. അല്ലാതെ ഒരിടത്തുനിന്ന് കോപ്പി അടിച്ചുകൊണ്ട് വന്നിട്ട് ഇതാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറയുന്നത്. നമ്മളിപ്പോഴും ഒരു അപ്പം അതിനകത്ത് സംഭവിച്ചാൽ നമുക്ക് നല്ല ബ്രെയിൻസ് ഉണ്ട് ശരിക്കും. പക്ഷേ ഈ ബ്രെയിൻസിനെ നമ്മൾ കൃത്യമായിട്ട് അവിടെ യൂസ് ചെയ്ത് അതിനകത്ത് മോദിയുടെ മാത്രം കുഴപ്പമൊന്നുമില്ല. പണ്ട് പോലെ യൂസ് ചെയ്യും. പണ്ട് പോലെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ അച്ഛനകത്ത് ഞാനൊരു കാര്യം പറയും. കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയാ. ഈ സുന്ദർ പിച്ചെ ഗൂഗിളിന്റെ CEO, പുള്ളിയുടെ സബ്ജക്ട് ഏതായിരുന്നു? പുള്ളി IIT മെറ്റലർജി ആയിരുന്നു. പുള്ളി അവിടെ വന്നിട്ട് ഇവിടെ അതിന്റെ ഹയർ സ്റ്റഡി ചെയ്തിട്ടാണ് പുള്ളി പിന്നെ സോഫ്റ്റ്വെയറിലേക്ക് പോയിട്ട് പുള്ളി ഗൂഗിൾ ക്രോം ഡെവലപ്പ് ചെയ്തത്. അപ്പം അമേരിക്ക ഈസ് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇല്ലല്ല ബേസിക്കലി നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ പൂർണ്ണമായിട്ട് റീസ്ട്രക്ചർ ചെയ്യണം. കംപ്ലീറ്റ് പ്രൈമറി ആണെങ്കിൽ അതുമാണ് ഇതാണെങ്കിൽ അതിൻ്റെ അകത്ത് സംസ്കൃതം പഠിക്കണം, അതിൻ്റെ അകത്ത് സംഘപരിവാറിനെ പഠിക്കണം എന്നൊക്കെ. വിചാരിക്കട്ടെ അതുകൊണ്ട് കൂലി പഠിക്കുന്ന സമയത്ത് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. മാത്രം 5 അക്ഷരം കൂട്ടിൽ വരുന്ന ഒരു നമ്മളിങ്ങനെ പഠിക്കുന്ന കാര്യം. അല്ല അതേപോലെ തന്നെ ഇപ്പം ചാണകം അതിനെപ്പറ്റിയുള്ള എന്ത് ടെക്നോളജിയാണ് പഠിക്കാനാണ്. ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് വേണം. ഏതോണ്ട് IIT കഞ്ചാവ് അടിച്ചൊരു പ്രൊഫസറെ പുറത്താക്കി കാൺപൂരിൽ നിന്ന്. അയാൾ ചാണകം വലിയ സംഭവമാണെന്നും പറഞ്ഞ് കഞ്ചാവ് അടിച്ചിട്ട് പറഞ്ഞു. അത് ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു സിലബസ് അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കൺട്രി എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടാ പഠിക്കുന്നത്. അല്ലല്ല ഞാനിപ്പോ നമ്മൾ അതിലോട്ടല്ല പോകുന്നത്. നമുക്ക് ടോപ്പിക് അല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഇവിടെയായിരുന്നു. നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരും അതെ കാര്യങ്ങളൊക്കെയാണ്. അതിലേക്ക് തന്നെ തിരിച്ചു പോകും. അതായത് നമ്മുടെ ഇപ്പം ഇന്റേണൽ എക്സ്റ്റേണൽ സെക്യൂരിറ്റി, അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പാകിസ്ഥാന്റെ ത്രെട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് നിൽക്കാൻ പോകുന്നില്ല. അപ്പം അതിന് ഈ ഒരു ദിവസം കൊണ്ട് ടെററിസത്തെ ഒതുക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ഐഡിയോളജിയെ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ബൈ എഡ്യൂക്കേഷൻ. കാരണം നമ്മളിപ്പോ കണ്ടു ഇതെല്ലാം ഡോക്ടേഴ്സാണ് തന്നെ. അതിനേക്കാൾ ഉപരിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ആന്റി ഇന്ത്യ എന്ന് പറയുന്നത് തെറ്റാണ്. അതും തെറ്റാണ്. കാരണം എനിക്കറിയാം ഒത്തിരി നല്ല മുസ്ലിം ഫ്രണ്ട്സ്. അതല്ല ഇഷ്ടം. അത് ഈ ഏകദേശം 200 മില്യൺ മുസ്ലിം ആൾക്കാർ ഇന്ത്യയിലുണ്ട്. 20 കോടി. ഒരു സുപ്രഭാതത്തിൽ ഇവരെ എല്ലാം ഇന്ത്യക്ക് വേണ്ട എന്ന് പറയുന്ന ക്യാമ്പയിൻ നടത്തുന്നതും തെറ്റാണ്. അത് തെറ്റാണ്. അതങ്ങനെ കാരണം അതിലൂടെ ഒരു മൾട്ടിപ്പിൾ സൊസൈറ്റി തന്നെയാണ്. കാരണം അങ്ങനെയാണ് ഇത്രയും പേര് ശത്രുക്കളാവും. 20 കോടി എന്നൊക്കെ പറയുന്നത് ഹ്യൂജ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ സംഭവം. അപ്പം ഒരുമിച്ച് ഇതിനകത്ത് ഗവൺമെന്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഇത് വേണം. നേരെ പേരെ ദേശവാസിയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനല്ല കാര്യം. ഇല്ല നമ്മൾ കൃത്യമായി അല്ല അവരുടെ കാര്യങ്ങൾ. ഇപ്പൊ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു, അവരെ നിയമം ജസ്റ്റിസ് കൊടുക്കുക. പക്ഷേ മറ്റുള്ള മുസ്ലിംസിനിടയ്ക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം.
തീർച്ചയായും അത് കാരണം അത് ചെയ്തില്ല എങ്കിൽ അത് ഇൻ ഫ്യൂച്ചറിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ അത് റിവേഴ്സ് ആയിട്ട് റിവേഴ്സ് ആയിട്ട് ലോകം തന്നെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ സിമ്പിൾ ഒന്നുമല്ല. കാരണം ഇപ്പം ഏതായാലും താങ്ക് യു വെരി മച്ച് ശരി ഫോർ എ ചിറ്റ് ചാറ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.